അതൊക്കെ എനിക്ക് വേണമെങ്കിൽ അളിയനെ അറിയിക്കാം. പക്ഷെ ഞാനങ്ങനെ ചെയ്ത കീർത്തി മുഴുക അതിന്റെ ദോഷം. നീയും നിന്റെ കൂട്ടുകാരിയും ഒരു വർഷത്തേക്ക് കാണണ്ടെന്ന് തീരുമാനം എടുത്തില്ലേ? കീർത്തിയെ പോലെ തന്നെയാ എനിക്ക് ധ്വനിയും. ഇങ്ങനൊരവസ്ഥയിൽ ധ്വനിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? എടി ശില്പേ, ധ്വനി, എവിടെ നമ്മളുടെ ശബ്ദം കേട്ട? ഞാൻ ഇവിടെ ഉണ്ടടി ബുദ്ധുസേ. കീർത്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നത് നിനക്കറിയണം? ആ വീട്ടിലുള്ള സകല അലവലാദികളെയും അടിച്ചോടിച്ചിട്ട് മിഥുൻ എന്ന ആ കോഴിയെ ഞാൻ നിലയ്ക്ക് നിർത്തുമായിരുന്നു. SP അങ്കിൾ അടക്കം എല്ലാവരുടെയും കൺട്രോൾ എന്റെ കയ്യിലാകുമായിരുന്നു. കീർത്തിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. അവള് നിന്നെ പോലെ അല്ല, ഒരു പാവം കുട്ടിയാ. ഓ, അവിടെ എനിക്കിട്ടൊരു കൊട്ട്. നിന്റെ അനിയത്തി പാവും, ഞാനൊരു ദുഷ്ടയും അല്ലടി കൊരങ്ങേ. അതല്ലടാ, അവളൊട്ട് ബോൾഡല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും കരഞ്ഞുകൊണ്ടേയിരിക്കും. ആരെയും എതിർക്കാനൊന്നും അവൾക്ക് ശക്തിയില്ല. അതിനവക്ക് നീ ധൈര്യം കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ചേച്ചി എന്ന് പറഞ്ഞ് നടക്കുന്നെ? ആരെങ്കിലും ആക്രമിക്കുന്നു തോന്നുമ്പോ ശത്രുവിന് അനങ്ങാൻ പോലും പറ്റുന്നതിന് മുൻപ് നമ്മൾ കയറി അടിക്കണം. ആ അമ്മായിയമ്മ SP അങ്കിളുടെ മോൾ കിട്ടുമൊക്കെ അവരുടെ സ്റ്റാൻഡേർഡിൽ തന്നെ പണി കൊടുക്കണം. പിന്നെ ഭർത്താവ് ഒതുക്കാൻ പറ്റുമെന്ന് കീർത്തി മാക്സിമം നോക്കട്ടെ. നിവൃത്തിയില്ലെങ്കിലേ നീ ആ 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻ കീർത്തിക്ക് അയച്ചു കൊടുക്ക്. ധ്വനി, ധ്വനി, കീർത്തിയോട് തുറന്ന് സംസാരിക്കണം. അവള് കുറച്ചുകൂടി ബോൾഡായിട്ട് പ്രതികരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ആ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെടും. കുറച്ച് കൂടുതൽ ഒഴിക്കേ. ഇന്നെല്ലാം കൂട്ടാനും വെച്ചത് ഞാനാ. ഓ, അതായിരിക്കും. ഒറ്റ ഐറ്റം വായിലോട്ട് വെക്കാൻ കൊള്ളില്ല. ആ ഫിഷ് കറി ടണ്ടാ പാനി പോലെ ഇരിക്കുന്നു. ഇങ്ങനെയാണോ മച്ചിലി കറി വെക്കുന്നേ? നിന്റെ അമ്മ നിന്നെ പ്യാർ ചെയ്യാൻ മാത്രമേ പഠിപ്പിച്ചോളൂ. ആസ്വദിച്ച് കഴിച്ചിട്ട് എന്തിനാ എന്റെ അമ്മയെ കുറ്റം പറയുന്നേ? ആ മീൻകറി മുഴുവനും തീർന്നല്ലോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചതിന് കണക്ക് പറയുന്നോടി. ഒരു ജോലിക്കാരിയുടെ സ്ഥാനം പോലും ഈ വീട്ടിൽ ഇല്ലാത്തവളാ നീ. ആ ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. അവളുടെ ഒരു ചോറും കറികളും നോക്കിക്കൊണ്ട് കഥ എടുത്തോണ്ട് പോടി. അല്ല പിന്നെ